السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. فصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن والاه وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിനം നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് ഓരോ വ്യക്തിക്കും താൻ പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും. അവരോട് അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. മുഅ്മിനീങ്ങളെ, 11/5/2018 വെള്ളിയാഴ്ച UAE ഖുതുബ കൈകാര്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട മുജീബ് എന്ന നാമത്തിന്റെ അർത്ഥ തലങ്ങളെ കുറിച്ചാണ്. മുഅ്മിനീങ്ങളെ, അതിമഹത്തായ ഒരു മാസത്തിന്റെ പടിവാതിൽക്കലാണ് നാം. അനുഗ്രഹീതമായ വിശുദ്ധ റമദാനാണത്. അള്ളാഹു റമദാൻ മാസത്തിൽ നോമ്പുകാരന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്നാളുകളുടെ പ്രാർത്ഥനകൾ മടക്കപ്പെടുകയില്ല, വെറുതെയാവുകയില്ല. വദക്കറ മിൻഹും അസ്സായിം ഹത്താ യുഫ്തിർ, ആ മൂന്നാളുകളിൽ പുണ്യനബി നോമ്പുകാരനെ അവൻ നോമ്പ് മുറിക്കുന്നതുവരെ എന്ന് പ്രതിപാദിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ റമദാനിൽ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സജ്ജരാവേണ്ടതുണ്ട്. ഏറെ സമീപസ്ഥനും ഉത്തരം നൽകുന്നവനുമാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ സ്വാലിഹ് നബി പറയുന്നതായി ഖുർആനിൽ പറയുന്നത് കാണാം, ഇന്ന റബ്ബീ ഖരീബും മുജീബ്, എന്റെ റബ്ബ് ഏറെ സമീപസ്ഥനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനും തന്നെയാണെന്ന്. മുജീബ് എന്നത് അള്ളാഹുവിന്റെ 99 വിശുദ്ധ നാമങ്ങളിൽ ഒന്നാണ്. അതിന്റെ അർത്ഥം ചോദിക്കുന്നവന് ചോദിക്കുന്നത് നൽകുന്നവനെന്നാണ്. വിളിക്കുന്നവന്റെ വിളിക്കുത്തരം നൽകുന്നവനെന്നാണ്. ചോദ്യങ്ങൾക്ക് ദാനം നൽകുന്നവനാണ് അല്ലാഹു. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു. വിപത്തുകളെ തട്ടിമാറ്റുന്നവനും അവൻ തന്നെയാണ്. അല്ലാഹു പറയുന്നു, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅാഹ് വയക്ഷിഫുസ് സൂ, പ്രതിസന്ധിയിലകപ്പെട്ടവൻ പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുകയും കഷ്ടപ്പാട് ദൂരീകരിക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹുവെന്ന്. അംബിയാ മുർസലുകൾ മുഴുവൻ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കാറുണ്ടായിരുന്നു. അള്ളാഹു അപ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. അള്ളാഹു പറയുന്നു, വലഖദ് നാദാനാ നൂഹുൻ ഫലനിഅമൽ മുജീബൂൻ, നൂഹ് നബി നമ്മെ വിളിച്ച് സഹായാഭ്യർത്ഥന നടത്തുകയുണ്ടായി. തൽസമയം തന്നെ ഉത്തരം നൽകിയ നാം എത്ര ഉദാത്തനാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചും ഖുർആൻ പറയുന്നു, അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി തന്റെ നാഥനെ വിളിച്ച്, റബ്ബേ, എന്നെ ദുരിതം പിടികൂടിയിരിക്കുന്നു, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്ന് പ്രാർത്ഥിച്ച സന്ദർഭം സ്മരണീയമാണ്. ഫസ്തജബ്നാ ലഹ് ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ, തൽസമയം നാം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും അദ്ദേഹത്തെ ബാധിച്ച ദുരിതം ദൂരീകരിക്കുകയും ചെയ്തുവെന്ന്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഖുർആൻ തന്നെ പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നാഥാ, നീയല്ലാതെ ഇലാഹില്ല, എത്രമേൽ പരിശുദ്ധനാണു നീ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. തൽസമയം യൂനുസ് നബിക്കു നാം ഉത്തരം നൽകുകയും ദുഃഖപാരമ്യത്തിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ഉണ്ടായി. ഇപ്രകാരം സത്യവിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുമെന്നും ഖുർആൻ പറയുകയാണ്. സക്കരിയ നബിയെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, ഇദ് നാദാ റബ്ബഹു റബ്ബി ലാ തദർനി ഫർദ
വഅൻത ഖൈറുൽ വാരിസീൻ. സന്താനലബ്ധിക്കായി സക്കരിയ നബി പ്രാർത്ഥിച്ച സന്ദർഭം നബിയെ താങ്കൾ ഓർക്കണം. എന്റെ രക്ഷിതാവേ, എന്നെ നീ ഏകനാക്കി ഉപേക്ഷിക്കരുതേ, നീയാണ് പിന്മുറയെ നൽകുന്നവരിൽ ഏറ്റവും ഉന്നതൻ. അതുകൊണ്ട് തൽസമയം തന്നെ അദ്ദേഹത്തിനു നാം ഉത്തരം നൽകുകയും പുത്രൻ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കനിഞ്ഞേകുകയും അതിനായി ഭാര്യയെ സജ്ജീകരിക്കുകയും ചെയ്തു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹ്ബാ വകാനൂ ലനാ ഖാശിഈൻ. അവരെല്ലാം നന്മകളിൽ ആവേശപ്പെടുകയും ആശിച്ചും ആശങ്കിച്ചും നമ്മോട് പ്രാർത്ഥിക്കുകയും താഴ്മ കാണിക്കുകയും ചെയ്യുന്നവരായിരുന്നുവെന്നും ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അല്ലാഹു അവനെ വിളിക്കുന്നവരെ കേൾക്കുന്നവനാണ്, അവരുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അവസ്ഥാവിശേഷങ്ങളെ മനസ്സിലാക്കുന്നവനുമാണ്. അപ്രകാരം അല്ലാഹു മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ഖുർആൻ പറയുന്നു, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് നിങ്ങളുടെ നാഥനിത പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന്. അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അല്ലാഹു നൽകിയ വാഗ്ദാനമാണ് പ്രാർത്ഥനയ്ക്കുത്തരം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അമറകുമുല്ലാഹു അസ്സ വജല്ല അൻ തദ്ഊഹു വവഅദകും അൻ യസ്തജീബ ലക്കും. അല്ലാഹു നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് കൽപ്പിച്ചത്, നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നത് കാണാം, യാ ഇബാദി ലൗ അന്ന അവ്വലകും വആഖിറകും വഇൻസകും വജിന്നകും ഖാമൂ ഫീ സഈദിൻ. നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും ആദ്യ മനുഷ്യനും അവസാന മനുഷ്യരും ഒന്നിച്ച് എന്റെ അടിമകളായ മുഴുവൻ ആളുകളും ഒരു മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയാലും ഫസഅലൂനി, അവരെന്നോട് ചോദിക്കുകയും ഫഅഅ്തൈതു കുല്ല ഇൻസാനിൻ മസ്അലത, ഓരോരുത്തരും ചോദിച്ച മുഴുവൻ കാര്യങ്ങളും ഞാൻ നൽകുകയും ചെയ്താലും മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിലൽ ബഹർ. ആ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം നൽകിയാലും ആ ഉത്തരങ്ങൾ എന്റെ കയ്യിലുള്ള നിധി കുംഭാരങ്ങളിൽ നിന്ന് ഒരു കടലിലെ വെള്ളത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു സൂചിയിൽ എത്ര വെള്ളം മുകളിലേക്ക് ഉയരുന്നുവോ അത്ര പോലും എന്റെ ഔദാര്യങ്ങളിൽ അത് കുറവ് വരുത്തില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ചോദ്യം നന്മകളുടെ താക്കോലാണ്. അല്ലാഹു കൽപ്പിച്ച കാര്യമാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുകയും അല്ലാഹു നമുക്ക് ഉത്തരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. അവിടെന്ന് പറയുന്നു, ജനങ്ങളിലെ ഏറ്റവും ദുർബലൻ, ബലഹീനൻ, പ്രാർത്ഥിക്കാൻ മനസ്സില്ലാത്തവനാണ്, പ്രാർത്ഥനയിൽ അശക്തനായവനാണെന്ന്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവിധ തരം പ്രാർത്ഥനകൾ ചെയ്യാൻ അനുചരന്മാരെ പഠിപ്പിക്കുകയുമുണ്ടായി. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ റജുലൻ മിനൽ മുസ്ലിമീന ഖദ് ഇസ്തദ്ദ മറദു. രോഗം കഠിനമായ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചു അത്രേ, ഹൽ കുൻത തദ്ഉല്ലാഹ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാ. താങ്കൾ അല്ലാഹുവിനോട് വല്ലതും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നോ, ചോദിക്കാറുണ്ടായിരുന്നോ എന്ന് പുണ്യനബി ചോദിക്കുകയാണ്. ആ രോഗിയായ മനുഷ്യൻ പറഞ്ഞു അത്രേ, നഅം, ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കുൻതു അഖൂൽ, ഞാൻ അല്ലാഹുവിനോട് പറയുമായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ. റബ്ബേ, നാളെ നീ വല്ല പരീക്ഷണവും എനിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല ശിക്ഷയും നാളെ നീ പരലോകത്ത് എനിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ നീ എനിക്ക് ഭൂമിയിൽ വെച്ചു തന്നെ തരയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുവെന്ന്. അത് കേട്ടപ്പോൾ പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബ്ഹാനല്ലാഹ്, എന്റെ നാഥൻ എത്ര പരിശുദ്ധനാണ്, താങ്കൾ അങ്ങനെ പറഞ്ഞു പോകരുത്. ലാ തുതീഖു, അത് താങ്കൾക്ക് താങ്ങാനാവില്ല, അത് താങ്കൾക്ക് സഹിക്കാനാവില്ല. എന്നിട്ട് തിരുനബി പറഞ്ഞു, അഫലാ ഖുൽത്
താങ്കൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് പുണ്യനബി നിർദ്ദേശിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നിട്ട് പുണ്യനബി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ മനുഷ്യന്റെ അതികഠിനമായ രോഗം മാറുകയും ശമനം പ്രാപിക്കുകയും ചെയ്തുവെന്ന്. മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള മാർഗങ്ങളും കാരണങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, പ്രാർത്ഥിക്കുന്നവൻ നിറഞ്ഞ മനസാന്നിധ്യത്തോടെ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതുണ്ട്. ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടേണ്ടതുണ്ട്. അള്ളാഹുവിനോട് സംഭാഷണം നടത്തുമ്പോൾ വിനയവും താഴ്മയും ഭയപ്പാടും ഉള്ളിലുണ്ടാവേണ്ടതുണ്ട്. ചോദിക്കുന്ന കാര്യം അള്ളാഹുവിനോട് 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കുക എന്നത് ഉത്തരം ലഭിക്കാനുള്ള മറ്റൊരു കാരണമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം ചോദിക്കാറുണ്ടായിരുന്നു. വല്ല ചോദ്യവും ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം ചെയ്യാറുണ്ടായിരുന്നു. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മറ്റൊരു കാരണം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ലവരായ അടിമകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന്, സൽക്കർമ്മങ്ങൾ വഴി അള്ളാഹുവിനോട് അടുക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ പറയുന്നു, ഫസ്തജാബ ലഹും റബ്ബുഹും. നല്ലവർക്ക് അല്ലാഹു തൽസമയം തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഖുർആൻ തന്നെ വീണ്ടും തുടർച്ചയിൽ പറയുന്നു, അന്നി ലാ ഉദിഉ അമല ആമിലിൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസ. സ്ത്രീയോ പുരുഷനോ ആവട്ടെ, നിങ്ങളിൽ ഒരാളുടെയും കർമ്മത്തിന്റെ ഫലം അള്ളാഹു നഷ്ടപ്പെടുത്തുകയില്ലെന്ന്. അള്ളാഹുവിങ്കൽ ഒരു കർമ്മവും വൃഥാവിലാവില്ല. അള്ളാഹു ഓരോരുത്തർക്കും പൂർണ്ണമായ പ്രതിഫലം നൽകുകയും അധികരിപ്പിച്ചു നൽകുകയും ചെയ്യും. അതേസമയം പ്രാർത്ഥന നടത്തുമ്പോൾ ഉത്തരം ലഭിച്ചില്ലെന്ന വേവലാതി മുഅ്മിനിനുണ്ടാവരുത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ യുസ്തജാബു ലി അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. മാലം യഅ്ജൽ, അവൻ ധൃതി കാണിച്ചില്ലെങ്കിൽ. എനിക്ക് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല എന്നാവലാതിപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഓരോരുത്തർക്കും അല്ലാഹു ഉത്തരം നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള സവിശേഷ സന്ദർഭങ്ങളെ കുറിച്ചും നമ്മോട് പറയുകയുണ്ടായി. അവിടെന്ന് പറഞ്ഞു, സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അന്ത്യയാമം. അവിടെന്ന് പറയുന്നു, ഇദാ മദാ ശത്റുൽ ലൈലി ഔ സുലുസാ, രാവിന്റെ പകുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2/3 ഭാഗം കഴിഞ്ഞാൽ യൻസിലുല്ലാഹു തബാറക വ തആല ഇലസ് സമാഇദ് ദുനിയ, അല്ലാഹു ആകാശത്തിന്റെ ആദ്യപടിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. എന്നിട്ട് അല്ലാഹു പറയും, ഹൽ മിൻ സാഇലിൻ യുഅത, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നൽകപ്പെടും. ഹൽ മിൻ ദാഇൻ യുസ്തജാബു ലഹ്, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ഉത്തരം നൽകപ്പെടും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യുഗ്ഫറു ലഹ്, ആരെങ്കിലും പാപമോചനം ചോദിക്കുന്നുണ്ടോ അവന് പാപമോചനം നൽകപ്പെടും. ഹത്താ യത്ലുഅ സുബ്ഹ്, സുബ്ഹ് ദൃശ്യമാകുന്നത് വരെ. അതുകൊണ്ട് ഇത്തരം സുന്ദരമായ സമയങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നവൻ തന്നെയാണ് വിജയിച്ചവൻ. അള്ളാഹുവിനോട് സംഭാഷണം നടത്താൻ ഇത്തരം സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നവൻ തന്നെയാണ് വിജയി. പുണ്യനബി വീണ്ടും പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫിൽ ലൈലി ലസഅതൻ, രാവിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ശൈഅൻ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസി ആ സമയത്ത് അല്ലാഹുവിനോട് വല്ലതും ചോദിക്കുന്നുവെങ്കിൽ ഇല്ലാ അഅ്താഹു ഇയ്യാ, അവൻ അല്ലാഹു അത് നൽകുക തന്നെ ചെയ്യും. വഹിയ ഫീ കുല്ലി ലൈല, അത് ഓരോ രാത്രിയിലും ആ സവിശേഷ സമയമുണ്ടെന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മേക്കാൾ അറിയുന്നവനാണ് അല്ലാഹു എന്ന്. ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ കുറിച്ച് അങ്ങേയറ്റം യുക്തിമാനാണ് അല്ലാഹു എന്നും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഒരുപക്ഷെ ചോദിക്കുന്നതിന് അതിനേക്കാൾ നല്ല മറുപടി അല്ലാഹു നമുക്ക് നൽകിയേക്കാം. അവിടെന്ന് പറയുന്നു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്ം
കുറ്റകരമല്ലാത്ത തിന്മയല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ വലാ ഖതിയഅതു റഹ്മിൻ, അത് കുടുംബ ബന്ധത്തിന്റെ വിച്ഛേദനവുമല്ല, അതുമല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യം ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, ആ പ്രാർത്ഥനയ്ക്ക് മൂന്നിലൊരു പ്രതിഫലം അല്ലാഹു നൽകും, മൂന്നിലൊരു ഉത്തരം അല്ലാഹു നൽകും. ഒന്ന് ഇമ്മാ അൻ തുഅജ്ജില ലഹു ദഅവത, ഒന്നുകിൽ അല്ലാഹു തുഅജ്ജല ലഹു ദഅവത, അല്ലാഹു അവന് ആ ചോദിച്ച കാര്യം തന്നെ ഉടൻ നൽകും. വ ഇമ്മാ അൻ യദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ ആ ചോദിച്ച കാര്യത്തിന്റെ നന്മ അവനു നാളെ അല്ലാഹു പ്രതിഫലമായി പരലോകത്ത് നൽകും. വ ഇമ്മാ അൻ യസ്റിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ, അല്ലെങ്കിൽ ഈ ചോദിച്ച പ്രാർത്ഥന കാരണം ഇതിനേക്കാൾ വലിയ ഒരു വിപത്ത് അവനിൽ നിന്ന് അല്ലാഹു തട്ടിമാറ്റിക്കളയും. അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇദൻ നുക്തിർ, എങ്കിൽ ഞങ്ങൾ അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കും. അവിടെന്ന് പറഞ്ഞു, അല്ലാഹു അക്സർ, നിങ്ങൾ അറിയണം അല്ലാഹുവിങ്കലാണ് ഏറ്റവും കൂടുതലുള്ളത്. നിങ്ങൾ ധാരാളം ചോദിച്ചാൽ അതിലും ധാരാളമായി അല്ലാഹുവിങ്കലുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുജീബ് എന്ന പേരിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്? മുജീബ് എന്ന നാമം അല്ലാഹുവിന്റെ സാമീപ്യത്തെ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ നിരീക്ഷിക്കുകയും നമ്മെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്ന ബോധം നമ്മളിൽ സൃഷ്ടിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുചരന്മാർ ചോദിച്ചു അത്രേ, അഖരീബുൻ റബ്ബുനാ ഫനുനാജിയ അം ബഈദുൻ ഫനുനാദിയ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് കൂടെയാണോ അതോ വിദൂരത്താണോ? തൊട്ടടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ആ അല്ലാഹുവുമായി സംവാദങ്ങൾ നടത്താം, സംഭാഷണം നടത്താം. ദൂരെയാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉടൻ ഖുർആൻ അവതരിക്കുകയുണ്ടായി, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്റെ അടിമകൾ താങ്കളോട് എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ പറയണം, ഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവതദ്ദാ ഇദാ ദഅാൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉടൻ തന്നെ ഉത്തരം നൽകുമെന്നും അല്ലാഹു പറയുന്നു. അതുകൊണ്ട് നാം ഒരിക്കലും ഉത്തരം ലഭിച്ചില്ല എന്ന ആശങ്ക നമ്മെ അലട്ടിപ്പോവരുത്. പ്രാർത്ഥിക്കണമെന്ന മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു അവൻ ആഗ്രഹിക്കുന്നവർക്ക് അർഹിക്കുന്ന പ്രതിഫലവും ഉത്തരവും നൽകും. ഏതൊരാൾ അല്ലാഹുവിന്റെ മുജീബ് എന്ന നാമത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നുവോ, അവന്റെ ഹൃദയം സമാധാനപൂർണമാകും. അവൻ പൂർണ്ണ മനസ്സോടെ അല്ലാഹുവിലേക്ക് മുന്നിടുകയും അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇദാ സഅൽതുമുല്ലാഹ അസ്സ വജല്ല അയ്യുഹന്നാസ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നുവെങ്കിൽ ഫസ്അലൂഹു, നിങ്ങൾ ആ ചോദ്യം നിർവഹിക്കണം. വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ, ദൃഢവിശ്വാസത്തോടെയാണ് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.